എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാവേലി വന്നു പുലി ഇറങ്ങി, സ്കൂൾ ഓണത്തിമിർപ്പിലേക്ക്. 100ന്റെ നിറവിലേക്ക് വിദ്യാലയം മുത്തശ്ശി. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ സ്മരണയിൽ ഒരു അധ്യാപകനും പൂർവാധ്യാപകരെ ആദരിച്ചുകൊണ്ട് സ്കൂൾ. കൊഞ്ചരവിള UP സ്കൂളിൽ ഗാലപ് ന്യൂസ് സംപ്രേഷണം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മാവേലിയും വാമനനും സ്കൂൾ മുറ്റത്ത് എത്തിക്കഴിഞ്ഞു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ഓണാഘോഷത്തിന്റെ ആവേശത്തിലേക്ക്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മന്മയ ചേരുന്നു. മന്മയ, ഓണാഘോഷ പരിപാടികൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു? കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമോ? ഓണാഘോഷ പരിപാടികൾ 10 മണിക്ക് തന്നെ ആരംഭിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഉണ്ണികൃഷ്ണൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ഓണം എന്താണ് എന്ന് ഒരു തിരിച്ചറിവ് അവർക്ക് നൽകേണ്ടതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഇവിടുത്തെ അധ്യാപകരുടെ ജോലി എന്ന് പറയുന്നത് അവർക്ക് അറിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ജോലിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ആ സർക്കാർ പറഞ്ഞ തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ സ്കൂളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓണപ്പതിപ്പിന്റെ പ്രകാശനം കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ശ്രീ രാജശേഖരൻ നിർവഹിച്ചു. കൗൺസിലർ ശ്രീമതി റസിയ ബീഗം അധ്യക്ഷയായി. പുലികളിയും തുമ്പിതുള്ളലുമൊക്കെയായി കുട്ടികൾ വേദി കീഴടക്കി. മഹാബലിയും വാമനനും വേദിയിൽ നിറഞ്ഞു നിന്നു. കരിയില നാടൻ പാട്ടുകൾ എന്നിവ ഏറെ ഹൃദ്യമായി. മനോഹരമായ വലിയ അത്തപ്പൂക്കളത്തിന് മുന്നിലായിരുന്നു ആഘോഷ പരിപാടികൾ. ഓണസദ്യയും ഒരുക്കിയിരുന്നു. ആസിയ. പ്രഥമ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ സ്മരണയിൽ രാജ്യമെങ്ങും സെപ്റ്റംബർ 5 അധ്യാപക ദിനം ആചരിക്കുകയായി. ഇതിന്റെ ഭാഗമായി ഞങ്ങളുടെ സ്കൂളിൽ വ്യത്യസ്തമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ ചേരുന്നു. മിഥുൻ, ഹലോ മിഥുൻ, കേൾക്കാമോ? ഹലോ ആസിയ, ഞാൻ കേൾക്കുന്നുണ്ട്. അധ്യാപനത്തിന്റെ ഒരുക്കങ്ങൾ എവിടം വരെയായി? പൂർവാധ്യാപകരൊക്കെ എത്തി തുടങ്ങിയോ? ആസിയ, കേൾക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചുള്ള സ്കൂളിലാണ്. ഇവിടെ ഒരുക്കങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. വളരെ ആഘാതത്തോടെയാണ് കൊച്ചുള്ള സ്കൂൾ ഈ രീതിയിലൊക്കെ നോക്കിക്കാണുന്നത്. പൂർവ്വ അധ്യാപകർ അവർ ദീർഘകാലം ജോലി ചെയ്ത ഈ വിദ്യാലയ മുറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളും പരിസരവും മഹനീയ മുഹൂർത്തത്തെ വർണ്ണാഭമാക്കാൻ അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അവശതകൾ അവഗണിച്ച വളരെ പ്രായമായ അധ്യാപകർ കൂടി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. 92 വയസ്സ് പിന്നിട്ട ശാരദ ടീച്ചറിനെ പൂർവ്വ വിദ്യാർത്ഥികൾ എടുത്തുകൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ്. തമാശകൾ പൊട്ടിച്ചും പരസ്പരം ആശ്ലേഷിച്ചും അവർ ചടങ്ങുകൾ തുടങ്ങും മുമ്പ് തന്നെ ഈ ദിവസത്തെ ധന്യമാക്കി കഴിഞ്ഞു. ആസിയ. ശരി മിഥുൻ. അധ്യാപക ദിനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പം സമയത്തിന് ശേഷം കാണാം. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. 1917 സ്ഥാപിതമായ നമ്മുടെ സ്കൂൾ 100ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. രാജഭരണകാലത്ത് ആരംഭിച്ച ഈ സ്കൂൾ നാടിന് സമ്മാനിച്ച പ്രതിഭകൾ ഒട്ടേറെ. കാണാം ഞങ്ങളുടെ പ്രതിനിധി സനിക തയ്യാറാക്കിയ ഒരു പ്രത്യേക റിപ്പോർട്ട്. തിരുവിതാംകൂർ ചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു കൊഞ്ചിറവിള എന്ന പ്രദേശം. കൊട്ടാരത്തിലെ ആനകളെ തളച്ച കുഞ്ചിവിള കൊഞ്ചിറവിളയായി ഇന്ന് ഐതിഹ്യം. 1917 ശ്രീ പാച്ചവിള്ള സാർ സ്ഥാപിച്ച കൊടിപ്പള്ളിക്കൂടമാണ് ഇന്നത്തെ കൊഞ്ചിറവിള ഗവൺമെൻറ് മോഡൽ UPS. 1925 ശ്രീ വാസുദേവൻ വാദ്യാർ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുകയും ലോവർ പ്രൈമറി സ്കൂളായി ഉയർത്തുകയും ചെയ്തു. 1945 സ്കൂൾ സർക്കാർ ഏറ്റെടുത്തു. 1959 5ാം ക്ലാസ് വരെയുള്ള LPS ആയും 1984 UPS ആയും ഉയർത്തപ്പെട്ടു. കൊഞ്ചിറവിള ക്ഷേത്രത്തിനു സമീപം ഓട്ടുവിളാകം പുരയിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടിപ്പള്ളിക്കൂടം 1920 ആണ് ഇന്ന് കാണുന്ന ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചത്. ഈ സ്കൂളിലെ ആദ്യത്തെ പ്രഥമ അധ്യാപകൻ ശ്രീ വാസുദേവൻ വാദ്യാരും ആദ്യത്തെ വിദ്യാർത്ഥിനി P. ചെള്ളമ്മയും ആയിരുന്നു. 1996-97 ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ ആരംഭിച്ചു. 333 കുട്ടികൾ, സ്മാർട്ട് ക്ലാസ് റൂം, IT ലാബ്, ലൈബ്രറി, സയൻസ്, SS, മാത്സ് ലാബുകൾ, വാഹന സൗകര്യം. സ്കൂൾ അതിൻ്റെ പ്രതാപകാലം വീണ്ടെടുക്കാനുള്ള തയ്യാറെടുപ്പിനാണ്. സനികായസ്, ഗാലപ് ന്യൂസ്, GUPS കൊഞ്ചിറവിള. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി, ഒന്നാമത്തെ ഉപരാഷ്ട്രപതി, അധ്യാപകൻ
വൈസ് ചാൻസലർ, സർവകലാശാല ചെയർമാൻ എന്നീ പദവികൾ വഹിച്ച വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനുമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഇതിനു പിന്നിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യരുടെ സ്നേഹനിർബന്ധത്തിൻ്റെ കഥ കൂടിയുണ്ട്. 1962 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായ സമയം പിറന്നാൾ ആഘോഷത്തിന് അദ്ദേഹവും കൂടണമെന്ന് ശിഷ്യഗണം നിർബന്ധിച്ചു. അധ്യാപനം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആ അധ്യാപകന് ഒരാവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ: എല്ലാ അധ്യാപകർക്കും വേണ്ടിയുള്ള ഒരു ദിനം. അങ്ങനെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ച സെപ്റ്റംബർ 5, 1962 മുതൽ അധ്യാപക ദിനമായി ആചരിക്കാൻ തുടങ്ങി. 1988 സെപ്റ്റംബർ 5 തമിഴ്നാട്ടിലെ തിരുത്തണിയിലാണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന എസ് രാധാകൃഷ്ണൻ ജനിച്ചത്. സൗമ്യ കെ, റിസർച്ച് ഡെസ്ക്, ഗാലപ്പ് ന്യൂസ്. അധ്യാപക ദിനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. മന്മയ SS തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അധ്യാപന ജീവിതത്തിൻ്റെ നല്ല ഓർമ്മകളുമായി പഴയ വിദ്യാലയ മുറ്റത്തേക്കെത്തിയ പൂർവ്വ അധ്യാപകരെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പൂക്കൾ നൽകിയാണ് വരവേറ്റത്. 10 മണിയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. SCERT റിസർച്ച് ഓഫീസർ ഡോക്ടർ PK തിലക് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ കാലത്തെ പരിചരണമുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്വതന്ത്ര ജീവിയായി അതിന് വളരാൻ കഴിയുകയുള്ളൂ. ആ പരിചരണത്തിൽ മനുഷ്യൻ സാമൂഹിക ജീവിയായത് മുതൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അധ്യാപകരാണ്. പൂർവ്വ അധ്യാപകർക്ക് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. 90 വയസ്സ് പിന്നിട്ട അവശതയിൽ കഴിയുന്ന അധ്യാപക ശ്രേഷ്ഠരെ അവരുടെ വീടുകളിൽ എത്തിയാണ് ആദരിച്ചത്. കുട്ടികൾക്കൊപ്പം കഥ പറഞ്ഞും പാട്ടുപാടിയും അവരും കൂടി. ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോദി, ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോദി. പഠിപ്പിച്ച കുട്ടികൾ നമ്മളെ പോലെ പ്രസിദ്ധിക്കാരായിരുന്നു. മന്മയ SS, ഗാലപ്പ് ന്യൂസ്, GUPS കൊഞ്ചിറവിള. പുസ്തകങ്ങൾക്ക് അവധി. ഇനി ആഘോഷത്തിൻ്റെ നാളുകൾ. ഞങ്ങളുടെ പ്രതിനിധി ജിജി ജീവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2016-17 അധ്യയന വർഷത്തെ പാദവാർഷിക മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആഗസ്റ്റ് 30 തുടങ്ങി സെപ്റ്റംബർ 8 അവസാനിച്ചു. കേവലം ഓർമ്മ പരിശോധന മാത്രമായിരുന്ന പഴഞ്ചൻ പരീക്ഷാ രീതികളിൽ നിന്നും വ്യത്യസ്തമായ സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. പ്രായോഗിക ശേഷി, യുക്തിചിന്ത, സർഗാത്മകത എന്നിവയാണ് ഇപ്പോൾ ഊന്നൽ നൽകിയിട്ടുള്ളത്. പരീക്ഷയെപ്പറ്റി കുട്ടികളുടെ പ്രതികരണം: പരീക്ഷ വളരെ ഈസി ആയിരുന്നു. ഞങ്ങൾ ഇവിടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പടിയിറങ്ങുന്നത്. എന്തായാലും പരീക്ഷകൾ അവസാനത്തിലെ സന്തോഷം വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കാൻ മറന്നില്ല. ഇനിയുള്ള 10 ദിവസം ഞങ്ങൾ ഓണമുണ്ടും കളിച്ചു രസിച്ചും കഴിയും. ഇപ്പോൾ തന്നെ നമ്മുടെ സന്തോഷം കാണാം പ്രധാന ദിനാചരണങ്ങളും സംഭവങ്ങളും ഒറ്റ നോട്ടത്തിൽ. ജൂൺ 1 പ്രവേശനോത്സവം പ്രശസ്ത കവി ഗിരീഷ് പുലിയൂർ ഉദ്ഘാടനം ചെയ്തു. നവാഗതരെ സമ്മാനങ്ങൾ നൽകി സ്വീകരിച്ചു. വായനാ ദിനം CP അരവിന്ദാക്ഷൻ സാർ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പുസ്തകങ്ങളുടെ പ്രദർശനവും നടന്നു. 100-ാം വയസ്സിലേക്ക് കടക്കുന്ന നമ്മുടെ സ്കൂളിന് സമ്മാനമായി ലഭിച്ച അലമാരയും 700ഓളം പുസ്തകങ്ങളും വിദ്യാഭ്യാസ മന്ത്രി ശ്രീ C രവീന്ദ്രനാഥ് സ്കൂളിന് കൈമാറി. വിനോദത്തോടൊപ്പം വിജ്ഞാനവും വർദ്ധിപ്പിക്കുന്നതിന് ആഗസ്റ്റ് മാസത്തിൽ 2 പഠനയാത്രകൾ സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ വാർഡ് കൗൺസിലർ റസിയ ബീഗം ദേശീയ പതാക ഉയർത്തി. കുട്ടികൾക്ക് മധുരവും വിതരണം ചെയ്തു. ചാന്ദ്രദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ചാന്ദ്രയാത്രയെയും ആകാശവിസ്മയങ്ങളെയും കുറിച്ചുള്ള ചാർട്ട്, CD എന്നിവയുടെ പ്രദർശനവും നടന്നു. ഹിരോഷിമ നാഗസാക്കി ദിനം ആചരിച്ചു. യുദ്ധത്തിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചുള്ള ചിത്ര പ്രദർശനവും ഉണ്ടായിരുന്നു. ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ദൃശ്യാവിഷ്കാരങ്ങൾ നടത്തി. ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചു. മലയാള അക്കങ്ങൾ പരിചയപ്പെടുത്തി. സ്കൂളിന് പുതിയ ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തി. കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്.
ഹെൽത്ത് ക്ലബ്, സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, വിദ്യാരംഗം, കലാസാഹിത്യവേദി, ലിറ്റററി ക്ലബ്, ഗാന്ധി ദർശൻ എന്നീ ക്ലബ്ബുകളുടെ പ്രവർത്തനം സജീവമാണ്. പുതുതായി ലഭിച്ച സ്മാർട്ട് ക്ലാസ് റൂം, IT ലാബ് എന്നിവയുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ B. ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ദീപിക B, ഗ്യാലപ്പ് ന്യൂസ്, GUPS കൊഞ്ചിറവിള. സ്കൂൾ 100-ാം വയസ്സിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി 100 ഔഷധ സസ്യങ്ങൾ പരിചയപ്പെടുത്തി പരിപാലിക്കുന്ന ഹരിത വിദ്യാലയം എന്ന പദ്ധതി തുടക്കമായി. നാട്ടിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഔഷധ സസ്യങ്ങൾ 100-ാം വയസ്സിലേക്ക് കടക്കുന്ന വിദ്യാലയ മുറ്റത്ത് പുനർജനിക്കുകയാണ്. പരിസ്ഥിതി ദിനമായ ജൂൺ 5-നാണ് പദ്ധതി തുടങ്ങിയത്. മഞ്ഞൾ നട്ടാണ് ഇതിന് തുടക്കം കുറിച്ചത്. ചിങ്ങമാസം 1-ന് തുമ്പയും തുളസിയും നട്ടതോടെ ഔഷധ സസ്യശേഖരണം 25-ൽ എത്തി നിൽക്കുന്നു. അഭിഷായസ്, ഗ്യാലപ്പ് ന്യൂസ്, GUPS കൊഞ്ചിറവിള. കൊഞ്ചിറവിള ഗവൺമെൻറ് മോഡൽ UP സ്കൂൾ തയ്യാറാക്കിയ ദൃശ്യവാർത്തകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയാണ്. സ്കൂൾ 100-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഗ്യാലപ്പ് ന്യൂസ് എന്ന പേരിൽ വാർത്താ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. സർക്കാർ വിദ്യാലയത്തിൻ്റെ കുതിപ്പാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അക്കാദമികവും അല്ലാത്തതുമായ വാർത്തകളെ കോർത്തിണക്കി തുടർന്നും ഗ്യാലപ്പ് ന്യൂസ് പ്രക്ഷേപണം തുടരും. തുടക്കത്തിൽ ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നീ മാധ്യമങ്ങളിലൂടെയാണ് പ്രക്ഷേപണം. കുട്ടികളിൽ മാധ്യമ ത്വര വളർത്തുന്നതിനോടൊപ്പം സ്കൂൾ പ്രവർത്തനങ്ങളെ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമുണ്ട്. ഒരു സർക്കാർ സ്കൂളിൻ്റെ ആദ്യ സംരംഭമാണിത്. ഉദ്ഘാടനം പ്രഥമ അധ്യാപിക B. ഷീല നിർവഹിച്ചു. നമ്മുടെ ദൃശ്യവാർത്തകൾ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാനായി തുറന്നിരിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ സ്വന്തം ചാനലായ ഗ്യാലപ്പ് ന്യൂസ് എന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന തലമുറയ്ക്ക് മുന്നിൽ വാർത്താ ലോകത്തിൻ്റെ വാതിൽ തുറക്കുകയാണ് കൊഞ്ചിറവിള ഗവൺമെൻറ് മോഡൽ UPSൻ്റെ ഗ്യാലപ്പ് ന്യൂസ് എന്ന ദൃശ്യമാധ്യമ ചാനൽ. സ്കൂളിലെ കാര്യപരിപാടികളുടെ തത്സമയ സംപ്രേഷണം യഥാസമയം നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ഗ്യാലപ്പ് ന്യൂസ് ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വാർത്താധിഷ്ഠിത പരിപാടികൾ ഒരുക്കാനുള്ള പ്രചോദനവും പ്രേരണയും ആത്മവിശ്വാസവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.